ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ശ്രീകൃഷ്ണപുരം VTB കോളേജിലാണ് കേട്ടോ എക്സാം സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ കോളേജ് ഉള്ളത്. നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ വലതുവശത്തായിട്ട് കയറി പോകുമ്പോൾ നമ്മൾ വലതുവശത്തായിട്ട് ശ്രീ ശങ്കരാചാര്യരുടെ പ്രതിമയുണ്ട്. പിന്നെ അത് കയറിപ്പോയിട്ട് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ VT ഭട്ടതിരിപ്പാടിൻ്റെ ഒരു കല്ലിൽ കൊത്തിയ ഒരു ശില്പം കാണാം. നമുക്ക് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ശില്പങ്ങളും. ഇത് ചെയ്തവർക്ക് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ എക്സാം റിവ്യൂക്ക് കിടക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒരു ആവറേജ് എക്സാം ആയിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നല്ല എളുപ്പമുള്ളതുണ്ടായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നല്ല ടഫ് ഉള്ളതുണ്ടായിരുന്നു. ചില സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. കറണ്ട് അഫെയർസ് ഒരു 15ഓളം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ മാസത്തെ അടക്കം ചോദിച്ചിട്ടുണ്ട്. മെയ് മാസത്തെ ഏപ്രിൽ 2025 ഏപ്രിൽ മെയ് മാസങ്ങളിൽ കറണ്ട് അഫെയർസൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 2023 കറണ്ട് അഫെയറും വന്നിട്ടുണ്ട് കേട്ടോ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഭരണഘടനാ ഭാഗത്ത് വന്ന ക്വസ്റ്റ്യനിൽ നല്ല എളുപ്പമുള്ളതിനായിരുന്നു. ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ എൻ്റെ തെറ്റിപ്പോയത്, ബാക്കിയെല്ലാം എനിക്ക് ശരിയായി. ഭരണഘടനയിൽ വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, മൗലിക അവകാശങ്ങൾ, പിന്നെ ഭേദഗതി, ലിസ്റ്റുകൾ എന്നീ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഈ ഭാഗങ്ങളിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസും കുഴപ്പമില്ലാത്തത് തന്നെയായിരുന്നു. കലാ, കായികം, സാഹിത്യം, IT അതൊക്കെ കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. എളുപ്പമുള്ളത് പിന്നെ ഇംഗ്ലീഷും മലയാളം മാത്സും അതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ നല്ല മാർക്ക് എനിക്കുണ്ട്. സുപ്രധാന നിയമങ്ങളിലെ ക്വസ്റ്റ്യൻസും കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, ചില ആൻസറൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമുള്ളതായിരുന്നു. പിന്നെ കേരളം ഭരണരംഗവും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ടുപരിചയമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസൊക്കെ തെറ്റ് വന്നിട്ടുണ്ട്, ചിലപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് നോക്കുമ്പോൾ ഈ പരീക്ഷ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു പരീക്ഷയായിരുന്നു, നല്ല ക്വസ്റ്റ്യൻസാണ്. ഞാനൊരു 80ഓളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ നെഗറ്റീവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് കറക്റ്റ് എത്ര മാർക്ക് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഫൈനൽ കീ തന്നെ വരണം. ഇപ്പോൾ എൻട്രിയുടെയും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെയൊക്കെ എക്സാം അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ മാർക്കൊക്കെ കൗണ്ട് ചെയ്തത്. 1-2 ക്വസ്റ്റ്യൻസൊക്കെ അവരുടെ തമ്മിൽ മാറ്റമുണ്ട് കേട്ടോ. കറക്റ്റ് ഏതാണ് ആൻസർ എന്ന് എനിക്കറിയില്ല. അത് ക്ലിയർ ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് ഫൈനൽ കീ തന്നെ വരണം. പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഡിലീറ്റ് ചെയ്തതെന്നൊക്കെ അറിയണമെങ്കിൽ ഫൈനൽ കീ തന്നെ വരണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കൊക്കെ ഉണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൽ നല്ല മാർക്ക് ഉള്ളവർക്കൊക്കെ ഒരു കൺഗ്രാജുലേഷൻസ്. മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കേണ്ട. ഇനി നമുക്ക് ഒരുപാട് എക്സാമുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തിപ്പോൾ ASMൻ്റെ എക്സാമാണുള്ളത്. ഒരു 1-2 ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം പഠനം തുടങ്ങേണ്ടത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് ASM എക്സാം റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ. നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വലിയൊരു പ്രചോദനമായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബായ്.